എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ കുഞ്ഞിപ്പത്തിരിയും ചിക്കനും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് കുഞ്ഞിപ്പത്തിരിയും ചിക്കനും പച്ചക്കായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 കപ്പ് അരിപ്പൊടി എടുക്കുക. പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന അതേ പാകത്തിന് കുറച്ച് ഉപ്പിടുക. തിളച്ച വെള്ളം അതിൽ പൊടിയിലേക്ക് പാർന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. അത് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കുക. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടമായിട്ടോ. ഞാൻ ചെറിയ പത്തിരീൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുത്തത്. അപ്പോൾ അതിലേക്ക് കുറച്ച് അരപ്പ് വേണം. ചെറിയ ജീരകം, ഒരു 5-8 ചെറിയ ഉള്ളി, പച്ചമുളക്, തേങ്ങ ഒന്ന് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒതുക്കിയെടുത്താൽ മതി. സോഫ്റ്റാക്കി അരയ്ക്കേണ്ട കേട്ടോ. പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് തീ കൂട്ടുകയാണ്. അപ്പോൾ വലിയൊരു പാത്രം വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഒരു 2 പച്ചമുളക് മതി, 2 പച്ചമുളക് മതി, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു ഉള്ളി, വലിയ ഉള്ളിയാണ്. അതൊക്കെ ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. പിന്നെ അതിലേക്ക് പൊടികളായിട്ട് നമ്മൾ 1.5 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ പച്ചക്കായ ഇട്ടിട്ട് നല്ലോണം വാട്ടുക. പിന്നെ കുറച്ച് ചിക്കനും അതിലേക്ക്. ചിക്കന് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് അതങ്ങനെ കാണാൻ. അപ്പോൾ ചിക്കനും ഒക്കെ ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ട് ആവി പാത്രത്തിൽ വെച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ നമ്മൾ ചിക്കനും പച്ചക്കായൊക്കെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് കുഞ്ഞിപ്പത്തിരി ഇടുക. നേരത്തെ നമ്മൾ തയ്യാറാച്ച അരപ്പുണ്ടല്ലോ, തേങ്ങയും വലിയ ജീരകവും ഒക്കെ ഇട്ടിട്ടുള്ളത്, അതും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്നുകൂടി നല്ലോണം ഇളക്കി വെക്കുക. അപ്പം ചൂടാറുന്നതിനനുസരിച്ച് നല്ല കട്ടിയായി വരും. അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. പച്ചക്കായും ചിക്കൻ തിന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റ് ഇതിൽ പച്ചക്കായും ഈ പത്തിരിയുമാണ്, ഈ കുഞ്ഞിപ്പത്തിരിയാണ് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ ചെറിയ കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കൊക്കെ നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ ഓരോന്ന് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെറുതെ പുറത്തുനിന്ന് വാങ്ങുന്ന ബേക്കറി പലഹാരത്തിനെക്കാട്ടും എത്രയോ നല്ലതല്ലേ ഹെൽത്തി ആയിട്ട് ഫുഡ്. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്